ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ വർഷം റീസെന്റ് ആയിട്ട് റിലീസ് ചെയ്ത ഒരു അടിപൊളി കൊറിയൻ ഹൊറർ മൂവിയാണ്. ചിത്രത്തിന്റെ പേര് എക്സുമ. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ ഈ ഒരു സൂപ്പർ നാച്ചുറൽ പ്രേത ചിത്രത്തിന്റെ മുഴുവൻ കഥ കണ്ടാലോ? അതിനു മുൻപ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചിത്രം തുടങ്ങുന്നത് കഥാനായിക സുയൂണിനെയും കഥാനായകനായിട്ടുള്ള ലിയെയും കാണിച്ചാണ്. ഇവര് രണ്ടുപേരും സൗത്ത് കൊറിയയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ചെറുപ്പക്കാരായ ഷാമൻസ് ആണ്, മന്ത്രവാദികളാണ്. സുയൂണിനെ പറ്റി പറയുകയാണെങ്കിൽ നായികയുടെ കുടുംബത്തിലെ എല്ലാവരും മന്ത്രവാദികളാണ്. മുത്തശ്ശൻ, മുത്തശ്ശി, അച്ഛൻ, അമ്മ, അങ്ങനെ എല്ലാവരും. ലീ ആണെങ്കിൽ സുയൂണിന് വേണ്ടിയാണ് ഒരു ഷാമനായത്, അവളെ സംരക്ഷിക്കാനായിട്ട്. ഇവരിപ്പോ അമേരിക്കയിലെ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു കൊറിയൻ ഫാമിലിയെ സഹായിക്കാനായിട്ട് ലോസ് ഏഞ്ചലസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാർക്ക് ജിയോങ്ങിന്റെ ഒത്തിരി റിച്ച് ആയിട്ടുള്ള ഫാമിലിയാണ്. അവര് അമേരിക്കയിൽ താമസാക്കിയതിനു ശേഷം പിന്നീട് ഒരിക്കൽ പോലും കൊറിയയിലേക്ക് തിരിച്ചു പോയിട്ടില്ല. ഇതൊക്കെ അവരെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത പാർക്കിന്റെ മാനേജർ അവരോട് രണ്ടുപേരോടും പറയുന്നതാണ്. ആ മാനേജർ അവരെ നേരെ കൊണ്ടുപോയത് പാർക്കിന്റെ വീട്ടിലേക്കല്ല, മറിച്ച് ഹോസ്പിറ്റലിലേക്കാണ്. അതായത് സിയൂണിനെയും ലിയെയും ഇങ്ങോട്ട് സഹായത്തിനായിട്ട് കൊണ്ടുവന്നത് പാർക്കിന്റെ കുടുംബത്തെ പിടികൂടിയിരിക്കുന്ന ശാപം അതെന്താണെന്ന് കണ്ടെത്താനാണ്. പാർക്കിന്റെ മകൻ ഇപ്പോ മാസങ്ങളായിട്ട് ആശുപത്രിയിലാണ്. എന്തൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും കുഞ്ഞിന്റെ അസുഖം മാറുന്നില്ല. അവരാദ്യം കുഞ്ഞിനെ ചെന്ന് കണ്ടു. എന്നിട്ട് പാർക്കിന്റെ വൈഫിനോടും ആ മാനേജറിനോടും മുറുക്കി വെളിയിൽ നിൽക്കാൻ പറഞ്ഞ് രണ്ടുപേരും എന്തൊക്കെയോ റിച്വലൊക്കെ ചെയ്യുന്നുണ്ട്. സുയൂൺ മന്ത്രങ്ങളൊക്കെ ചൊല്ലി കുഞ്ഞിന്റെ കണ്ണ് തുറന്നു നോക്കി. സത്യത്തിലെ കുഞ്ഞിന്റെ അസുഖത്തിന്റെ കാരണം അവൾക്ക് മനസ്സിലായി. സുയൂൺ നേരെ പാർക്കിന്റെ വൈഫിനോട് ചെന്ന് ചോദിക്കും, ഇതുപോലെ കുടുംബത്തിലെ മറ്റാർക്കെങ്കിലും അസുഖം ബാധിച്ചിരുന്നോ? കുട്ടിയുടെ അച്ഛൻ, മുത്തശ്ശൻ, അങ്ങനെ ആർക്കെങ്കിലും? ഈ ഒരു ചോദ്യം കേട്ട് ആ സ്ത്രീ ആകെ അമ്പരന്ന് പോയി. ആ സ്ത്രീ മാനേജറിനോട് രഹസ്യമായിട്ട് ചെന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങള് അച്ഛന്റെ അസുഖത്തെ കുറിച്ച് അവരോട് പറഞ്ഞിരുന്നോ? അയാളാണെങ്കിലേ വീട്ടിലെ ഒരു കാര്യങ്ങളും അവരോട് പറഞ്ഞിട്ടില്ല. ഇതിനുശേഷം അവര് പാർക്കിന്റെ കുടുംബത്തെ കാണാനായിട്ട് പോയി. സുയൂൻ ആ വീടൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണുന്നുണ്ട്. അപ്പോ ആ വീടിന്റെ അന്തരീക്ഷം കണ്ട് അവൾക്ക് എന്തോ സ്ട്രേഞ്ച് ആയിട്ട് തോന്നി. ഇതാണ് പാർക്ക് ജിയോങ്. അയാള് തന്റെ കുടുംബം നേരിടുന്ന പ്രശ്നങ്ങള് അവരോട് തുറന്നു പറയാൻ തുടങ്ങി. പാർക്ക് ഫാമിലിയിലെ ആദ്യം ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അസുഖം ബാധിച്ച് അവരൊത്തിരി കഷ്ടപ്പെടും. അതങ്ങനെ മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്ത് പോകും. എത്രയൊക്കെ പണം ഉണ്ടെന്ന് പറഞ്ഞാലും പാർക്കിന്റെ ഫാമിലിക്ക് ഇതിനൊരു പരിഹാരം കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല. പാർക്കിന്റെ അച്ഛൻ, അമ്മ, അച്ഛന്റെ സഹോദരി, പാർക്കിന്റെ മൂത്ത സഹോദരൻ, ഇവരൊക്കെ അസുഖം ബാധിച്ച് ജീവൻ രക്ഷിക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. ഒടുക്കം പാർക്കിന്റെ സഹോദരന്റെ മാനസിക നില തന്നെ തെറ്റി. ചേട്ടൻ ഒത്തിരി നാള് ഭ്രാന്താശുപത്രിയിലായിരുന്നു. പാർക്കിന്റെ മൂത്ത സഹോദരൻ ആ ഭ്രാന്താശുപത്രിയിൽ തന്നെ സൂസൈഡ് ചെയ്തു. ചേട്ടന്റെ മരണശേഷം ആ ശാപം പാർക്കിലേക്ക് വന്നു. ഇപ്പോ ഒടുക്കം അവന്റെ കുഞ്ഞിലേക്കും. പാർക്കിന് ഇതിനു മുൻപ് 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. എന്നാൽ അയാൾക്ക് തന്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എന്നാ ഇതിന്റെയൊക്കെ കാരണം, ഈ ശാപത്തിന്റെ കാരണം അതെന്താണെന്ന് പാർക്കിന് അറിയില്ല. കുറെ വർഷങ്ങളായി താൻ സ്ഥിരമായിട്ട് ആരുടെയോ കരച്ചില് കേൾക്കുന്നുണ്ട്. ആരോ തന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കുന്നത് പോലെ തോന്നും. പലപ്പോഴും എനിക്ക് ശ്വാസം തന്നെ കിട്ടില്ല. ഇതൊക്കെയാണ് പാർക്ക് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ കേട്ട് സിയൂൺ അയാളോട് പറയും, കുഞ്ഞിനെ ഞാൻ ചെന്ന് കണ്ടിരുന്നു. ഈ ശാപത്തിന് കാരണം നിങ്ങളുടെ മുത്തശ്ശന്റെ പ്രേതാത്മാവാണ്. മുത്തശ്ശന്റെ കരച്ചിലാണ് പാർക്ക് ഇത്ര വർഷങ്ങളായിട്ട് കേട്ടോണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്നത് ഒരു ശപിക്കപ്പെട്ട മണ്ണിലാണ്. പോരാത്തതിന് പാർക്കിന്റെ ഫാമിലി കൊറിയയിലേക്ക് മടങ്ങി പോയിട്ടില്ല. മുത്തശ്ശന് വേണ്ടി കർമ്മങ്ങളോ മരണാനന്തര ചടങ്ങുകളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. മുത്തശ്ശനെ അടക്കം ചെയ്തത് ഒരു സന്യാസിയാണ്, കുടുംബക്കാരല്ല. അതുകൊണ്ടാണ് പാർക്കിന്റെ കുടുംബത്തിലെ ഇത്തരത്തിലുള്ള നിരന്തരമായ പ്രശ്നങ്ങൾക്ക് കാരണം. ഇത് കേട്ട് ആകെ സങ്കടത്തിലായ പാർക്ക് ഇനി താൻ എന്താ ചെയ്യേണ്ടത്? അപ്പോ നായിക പറയും, വേറെ ഒന്നുമില്ല, മുത്തശ്ശന്റെ കുഴിമാടം തുറന്ന് ചടങ്ങുകളൊക്കെ ചെയ്ത് അത് ശരിയായ സ്ഥലത്തേക്ക് മാറ്റണം, അത്രേ ഉള്ളൂ. അതിന് ഞങ്ങള് 2 പേരെ കൊണ്ട് കഴിയില്ല. ഞങ്ങളുടെ സഹായത്തിനായിട്ട് നാട്ടിൽ നിന്ന് മറ്റു 2 പേര് കൂടി കാണും. തന്റെ കുടുംബത്തെ ബാധിച്ച ശാപം ഇല്ലാതാക്കുകയാണെങ്കിൽ ഇവർക്ക് എത്ര പണം കൊടുക്കാനും പാർക്ക് തയ്യാറായിരുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് ചിത്രത്തിലെ പ്രധാനപ്പെട്ട മറ്റു 2 കഥാപാത്രങ്ങളെയാണ് കാണിക്കുന്നത്. സൗത്ത് കൊറിയയിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഫെങ് ഷൂയി എക്സ്പേർട്ട് ആയിട്ടുള്ള മാസ്റ്റർ കിം, അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ചോയ് ഒരു മോർട്ടീഷ്യൻ ആണ്. ഒരു ഫ്യൂണറൽ ഹോമൊക്കെ നടത്തുന്നുണ്ട്. മാസ്റ്റർ കിം അദ്ദേഹം മറ്റാരുമല്ല, നമ്മുടെ സുയൂണിന്റെയും ലിയുടെയും ഗുരുവാണ്. കൂടാതെ കിം ഒരു ജിയോ മാൻസർ ആണ്. അതായത് അമാനുഷിക ശക്തികളുടെ സഹായത്തോടെ ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ഇടയിൽ മറഞ്ഞിരിക്കുന്ന പല രഹസ്യങ്ങളും അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിയും. മരിച്ചുപോയ ഒരാളെ തെറ്റായ സ്ഥലത്താണ് അടക്കം ചെയ്യുന്നതെങ്കിൽ ആ പ്രേതാത്മാക്കള് അവരുടെ ഫാമിലിയെ തന്നെ ശല്യം ചെയ്യും. അപ്പോ അങ്ങനെയുള്ള കല്ലറകളൊക്കെ തുറന്ന് പ്രോപ്പറായിട്ട് ചടങ്ങുകളൊക്കെ ചെയ്ത് മരിച്ചവരുടെ ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് ശരിയായ സ്ഥലത്തേക്ക് മാറ്റും. ഈ ഒരു ജോലി മാത്രമല്ല
മാത്രമല്ല പുള്ളിക്കാരൻ ചെയ്യുന്നത്, അത്യാവശ്യം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും, എവിടെയാണ് വീട് വയ്ക്കാൻ ശരിയായ സ്ഥലം, മരിച്ചവർക്ക് സമാധാനത്തോടെ വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടെത്തി കൊടുക്കലാണ് പുള്ളിക്കാരന്റെ മറ്റൊരു ജോലി. ഇപ്പോ കിമ്മും അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ചോയും ചേർന്ന് ഒരു മുത്തശ്ശിയുടെ കല്ലറ തുറന്ന് അത് മാറ്റി സ്ഥാപിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. കാരണം മുത്തശ്ശിയുടെ പ്രേതാത്മാവ് ഈ കുടുംബത്തെ വല്ലാതെ ശല്യം ചെയ്യുന്നുണ്ട്. അതിപ്പോ ഈ മണ്ണിന്റെ പ്രശ്നമാണോന്നറിയാൻ കിം കുറച്ച് മണ്ണെടുത്ത് രുചിച്ചു നോക്കി. യാതൊരു പന്തികേടും അയാൾക്കതിൽ തോന്നിയില്ല. അവര് മുത്തശ്ശിയുടെ കല്ലറ തുറന്ന് അവശേഷിപ്പുകളൊക്കെ പരിശോധിച്ചു നോക്കി. കിമ്മിനെ കാര്യം മനസ്സിലായി. മുത്തശ്ശിയെ അടക്കം ചെയ്യുന്നതിന് മുൻപ് ആരോ ആ സ്ത്രീയുടെ പല്ല് പറിച്ചെടുത്തിരുന്നു. ആ പല്ല് പറിച്ചെടുത്തത് മറ്റേ ആരുമല്ല, മുത്തശ്ശിയുടെ കൊച്ചുമോൻ തന്നെയാണ്. ആ കൊച്ചു പയ്യൻ ഇത് കേട്ട് ആകെ സങ്കടപ്പെട്ട് കരയാൻ തുടങ്ങി. അവന് മുത്തശ്ശിയെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. എന്റെ കയ്യില് മുത്തശ്ശിയുടെ ഓർമ്മയ്ക്കായിട്ട് ഒരു സാധനങ്ങളില്ലായിരുന്നു. അതാണ് താൻ ആരും കാണാതെ മുത്തശ്ശിയുടെ പല്ല് പറിച്ചെടുത്തത്. അതിനുശേഷം മാസ്റ്റർ കിം ചടങ്ങുകളൊക്കെ ചെയ്ത് മുത്തശ്ശിയുടെ പല്ല് തിരികെ വെച്ച് ആ സ്ത്രീയെ അവിടെ തന്നെ അടക്കം ചെയ്തു. അന്ന് രാത്രി തന്നെ സുയൂണും ലീയും ചേർന്ന് മാസ്റ്ററെ കാണാനായിട്ട് കൊറിയയിലേക്ക് തിരിച്ചെത്തി. 3 വർഷങ്ങൾക്ക് ശേഷമാണ് അവര് മാസ്റ്ററെ കാണാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോ കാര്യമായിട്ട് എന്തോ തടഞ്ഞിട്ടുണ്ടല്ലോ, വെറുതെ നിങ്ങൾ എന്നെ കാണാൻ വരില്ല. അങ്ങനെ പാർക്കിന്റെ ഫാമിലിയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവര് മാസ്റ്ററുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അതേസമയം അമേരിക്കയില് പാർക്ക് സിയൂൺ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്റെ അമ്മയോട് സംസാരിക്കാണ്. മുത്തശ്ശന്റെ ചടങ്ങുകളൊക്കെ ചെയ്യണം, നമുക്ക് കൊറിയയിലേക്ക് പോകണം. എന്നാൽ ഇത് കേട്ട പാർക്കിന്റെ അമ്മ ഇക്കാര്യം ഒരു തരത്തിലും സമ്മതിക്കില്ല. ഈ മന്ത്രവാദങ്ങളിലോ ആചാരങ്ങളിലോ ഒന്നിലും ആ സ്ത്രീ വിശ്വസിക്കുന്നില്ല. ഇവിടെ നല്ല നല്ല ഡോക്ടേഴ്സ് ഉണ്ട്, പിന്നെ നിന്റെ കുഞ്ഞിനു വേണ്ടി നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം, എല്ലാം ശരിയാവും. എന്നാലും ഈ ചടങ്ങുകളൊക്കെ ചെയ്യാൻ ആ സ്ത്രീ സമ്മതിക്കില്ല. എന്നാ പാർക്കിന് തന്റെ കുഞ്ഞിന്റെ ജീവനാണ് വലുത്. അവൻ മുത്തശ്ശന്റെ ചടങ്ങുകളൊക്കെ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. പിന്നെ ഒട്ടും തന്നെ താമസിച്ചില്ല. പിറ്റേന്ന് തന്നെ പാർക്ക് തന്റെ ഫാമിലിയെ കൺവിൻസ് ചെയ്ത് അവരെ കൂട്ടി കൊറിയയിലെത്തി. എന്നാ ആദ്യം മാസ്റ്ററിന് പാർക്കിനോട് ഒന്ന് സംസാരിക്കണമായിരുന്നു. കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണ്ടേ. എന്തുകൊണ്ടാണ് നിങ്ങൾ മുത്തശ്ശന്റെ ചടങ്ങിലൊന്നും പങ്കെടുക്കാതിരുന്നത്? എന്താണ് ഒരിക്കൽ പോലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാതിരുന്നത്? ഇതുപോലെ പല പല ചോദ്യങ്ങൾക്കും കിമ്മിന് ഉത്തരം വേണം. എന്നാൽ പാർക്കാണെങ്കിൽ ഒന്നും അങ്ങോട്ട് വിട്ടു പറയുന്നില്ല. എന്നാ ശരി, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട. ഇത് 100 വർഷം പഴക്കം ചെന്നൊരു കല്ലറയാണ്. അത് തുറക്കണമെങ്കിൽ ഗവൺമെന്റിനെ അറിയിക്കണം. അതിനകത്ത് നിന്ന് കണ്ടെത്തിയ അവശേഷിപ്പുകള് വല്ല നിധിയോ സ്വർണോ അതിന്റെ ഒരു ലിസ്റ്റ് തന്നെ തയ്യാറാക്കി ഗവൺമെന്റിനെ ഏൽപ്പിക്കണം. ഇത് കേട്ടതും പാർക്ക് ആകെ അപ്സെറ്റായി. താൻ എത്ര പണം ചെലവാക്കാനും തയ്യാറാണ്. പക്ഷേ നമ്മളിപ്പോ മുത്തശ്ശന്റെ കല്ലറ തുറക്കുന്നത് പുറത്ത് ഒരു മനുഷ്യകുഞ്ഞു പോലും അറിയാൻ പാടില്ല. ഒടുക്കം മനസ്സില്ലാ മനസ്സോടെ മാസ്റ്റർ അതിനെ സമ്മതിക്കും. പാർക്ക് അങ്ങനെ അവരുടെ മുത്തശ്ശനെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി. മുത്തശ്ശനെ അവരെ അടക്കം ചെയ്തിരിക്കുന്നത് അധികം ആൾസഞ്ചാരമില്ലാത്ത വലിയ ഒരു മലയുടെ മുകളിലാണ്. ഇത് പാർക്ക് ഫാമിലിയുടെ പ്രൈവറ്റ് ഫോറസ്റ്റ് ഏരിയയാണ്. ആ ഗേറ്റ് തുറന്ന് അതിനകത്തേക്ക് കടക്കുമ്പോ തന്നെ കിമ്മിന് ഈ സ്ഥലം അത്ര നല്ലതായിട്ട് തോന്നിയില്ല. ഒരു ഇരുട്ട് മൂടിയതുപോലെ. പോരാത്തതിന് ആരും തന്നെ മലയുടെ മുകളിലെ ആരെയും അടക്കം ചെയ്യില്ല. അവരാ മല കയറുന്ന നേരത്ത് സുയൂൺ ആ കാട് മൊത്തത്തിലൊന്ന് നിരീക്ഷിക്കുന്നുണ്ട്. ചുറ്റും ഉണങ്ങിക്കരിഞ്ഞ മരങ്ങള്, പിന്നെ ആർക്കോ കാവൽ നിൽക്കുന്നത് പോലെ ഒരു കൂട്ടം കുറുക്കന്മാരുണ്ട്. ഒരു കുഴിമാടത്തിനെ തൊട്ട് കുറുക്കന്മാര് കാവൽ നിൽക്കുന്നത് അത് അത്ര നല്ല സൈനല്ല. അത് മാസ്റ്റർക്കും അറിയാം, സുയൂണിനും നല്ലതുപോലെ അറിയാം. ഒടുവിൽ അവരാ മലയുടെ മുകളിലെത്തി മുത്തശ്ശന്റെ കല്ലറ കണ്ടെത്തി. മാസ്റ്റർ കിം അത് കണ്ട് ആകെ ഷോക്കായിട്ട് നിൽക്കാണ്. ശരിക്കും ഈ കുടുംബം വളരെ വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങോട്ട് ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. പാർക്കിന്റെ മുത്തശ്ശനെ അടക്കം ചെയ്തിരിക്കുന്നത് സൗത്ത് കൊറിയ നോർത്ത് കൊറിയയുടെ അതിർത്തിയിലാണ്. ഈ ഒരു ശവകുടീരത്തിന് അപ്പുറം കാണുന്ന ആ സ്ഥലങ്ങളൊക്കെ നോർത്ത് കൊറിയയാണ്. മാസ്റ്റർ ഈ ഒരു ഭൂമിയിൽ നിന്ന് കുറച്ച് മണ്ണെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഈ മണ്ണ് ജീവിച്ചിരിക്കുന്നവർക്കോ മരിച്ചവർക്കോ യോജിച്ചതല്ല. ഇത് ശപിക്കപ്പെട്ട മണ്ണാണ്. അവിടെയാണ് പാർക്കിന്റെ മുത്തശ്ശനെ അടക്കം ചെയ്തിരിക്കുന്നത്. അവര് കുഴിമാടത്തിന് തൊട്ടുണ്ടായിരുന്ന കല്ല് ചെക്ക് ചെയ്ത് നോക്കിയെങ്കിലും അതിലെ ആരുടെയും പേര് കാണാനില്ല. കുറെ നമ്പറും ചിഹ്നങ്ങളും മാത്രമാണുള്ളത്. കിം ഉടനെ തന്നെ പാർക്കിനോട് ചോദിക്കും, ഇത് നിന്റെ മുത്തശ്ശന്റെ കല്ലറ തന്നെയാണോ? നിനക്ക് ഉറപ്പാണോ? അതിനെ പാർക്ക് പറയും, തന്റെ മുത്തശ്ശൻ ഗിസൂൺ എന്ന സന്യാസിക്ക് ഒത്തിരി സഹായങ്ങളും പണമൊക്കെ കൊടുത്തിരുന്നു. ആ സന്യാസിയാണ് മുത്തശ്ശനെ ഇവിടെ അടക്കം ചെയ്തത്. അന്നത്തെ കാലത്ത് ഇവിടെ ഒത്തിരി കളവ് നടന്നിരുന്നു. പ്രത്യേകിച്ച് ധനികരായിട്ടുള്ളവരുടെ കല്ലറ തുറന്ന് അതിലെ സ്വർണവും മറ്റൊക്കെ മോഷ്ടിക്കും. ഈ കാര്യങ്ങളൊക്കെ കേട്ട കിം ആ കല്ലറ നോക്കി ഒരൊറ്റ നിപ്പാണ്. പിന്നെ ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ കുറച്ചുനേരം നിന്ന് പാർക്കിനോട് ചെന്ന് പറയും, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയില്ല, എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാസ്റ്റർ നേരെ തന്റെ കാറിന്റെ അടുത്തേക്ക് നടന്നു. അപ്പോ മറ്റുള്ളവര് ഇത് കണ്ട് ആകെ ബഹളം വെക്കുന്നുണ്ട്. മാസ്റ്റർ കിം, നിങ്ങൾ എന്തെങ്കിലും മിണ്ട്, എന്തുകൊണ്ടാ ഇത് പറ്റില്ല എന്ന് പറഞ്ഞത്? ചോയി കിമ്മിനെ കൺവിൻസ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്.
നിങ്ങൾ എന്ത് പണിയായി കാണിക്കുന്നത്? ഇത്രയും പണം നമുക്ക് മറ്റാരെങ്കിലും തരുമോ? നമ്മളിത് സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യമല്ലേ, പിന്നെന്താ പ്രശ്നം? അപ്പോ കിം അവരോട് പറയും, കഴിഞ്ഞ 40 വർഷമായി താൻ ഈ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്, എന്നാ ഇതുപോലൊരു സ്ഥലം തന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നമ്മളിൽ ആരെങ്കിലും ആ കുഴിമാടത്തിലെ ഒന്ന് കൈവച്ചാൽ തീർന്നു. അതൊരു ശപിക്കപ്പെട്ട സ്ഥലമാണ്. സുയൂൺ, നീ കണ്ടതല്ലേ ആ കുറുക്കന്മാരെ? അതെന്തുകൊണ്ടാണെന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരണോ? വേണ്ടല്ലോ. അന്ന് രാത്രി അവര് പാർക്ക് താമസിക്കുന്ന ഹോട്ടൽ മുറിയിലെത്തി. പാർക്ക് എങ്ങനെയൊക്കെയോ മാസ്റ്ററെ കൊണ്ട് സമ്മതിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അവന്റെ 2 കുഞ്ഞുങ്ങളെയും പാർക്കിന് നഷ്ടപ്പെട്ടു. പിന്നെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് പാർക്കിന് തന്റെ മകനെ ജീവനോടെ കിട്ടിയത്. ഇത് കേട്ടതും മാസ്റ്റർ കിം ഒന്ന് സൈലന്റ് ആയി. പാർക്ക്, നിങ്ങൾ എന്നിൽ നിന്ന് എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ? എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? അവൻ തന്നിൽ നിന്ന് എന്തോ മറയ്ക്കുന്നുണ്ടെന്ന് മാസ്റ്ററിന് മനസ്സിലായി. ഈ സമയത്ത് സുയൂൺ പറയും, ആ സ്ഥലത്തെ ദുഷ്ടശക്തികളാണ് തടസ്സമെങ്കില് ഞാൻ അതിനു വേണ്ട ചടങ്ങുകളൊക്കെ ചെയ്യാം. ആർക്കും ഒന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. മാസ്റ്റർ കിം പിന്നെ പറ്റില്ല എന്ന് പറഞ്ഞില്ല. അടുത്ത ദിവസം മുത്തശ്ശന്റെ കല്ലറ തുറക്കാനായിട്ട് സുയൂൺ, മാസ്റ്റർ, അവരുടെ ടീം മൊത്തം ആ മലയുടെ മുകളിലെത്തി. ഒപ്പം തന്നെ പാർക്കും അവന്റെ ഫാമിലിയുണ്ട്. മൊത്തം 5 ജോലിക്കാരാണ് മുത്തശ്ശന്റെ കല്ലറ തുറക്കാൻ പോകുന്നത്. ഈ 5 പേരല്ലാതെ മറ്റാരും തന്നെ ആ മണ്ണിലെ കൈവയ്ക്കാൻ പാടില്ല. കാരണം സുയൂൺ ആ 5 ജോലിക്കാർക്കും വേണ്ടിയുള്ള റിച്വൽസ് ആണ് ചെയ്യുന്നത്. 5 ജോലിക്കാരെ അവിടെയുള്ള 5 പന്നികളുടെ ശരീരവുമായിട്ട് ബന്ധിപ്പിക്കും. സുയൂൺ ആ പന്നികളെ ആക്രമിക്കുന്നത് കൊണ്ട് കുഴി വെട്ടുന്നവർക്ക് യാതൊന്നും തന്നെ സംഭവിക്കില്ല. അവര് സേഫ് ആയിരിക്കും. അങ്ങനെ ഒരു വിധത്തിലെ മുത്തശ്ശനെ അടക്കം ചെയ്ത് ശവപ്പെട്ടി കണ്ടെത്തി. അത് കണ്ട് മാസ്റ്റർ കിം ആകെ ഷോക്കായി. പാർക്ക് പറഞ്ഞത് ഇവര് ഗിസൂൺ സന്യാസിയുടെ പിൻഗാമികളാണെന്നല്ലേ? അങ്ങനെയാണെങ്കിലേ അവരെ അടക്കം ചെയ്യുന്നത് നോർമൽ ആയിട്ടുള്ള മരം കൊണ്ടുള്ള ശവപ്പെട്ടിയിലായിരിക്കണം. ഇത്രയും ആർഭാടത്തിലായിരിക്കില്ല ഇതൊന്നും ചെയ്യുന്നത്. പക്ഷേ മുത്തശ്ശന്റെ ശവപ്പെട്ടി പൊതുവെ ഈ ജാപ്പനീസ് രാജാക്കന്മാരെ അടക്കം ചെയ്യുന്നതാണ്. ഇതൊക്കെ കണ്ടപ്പോ തന്നെ മാസ്റ്ററിന് എന്തൊക്കെയോ ശരിയല്ല എന്ന് തോന്നി. എന്തായാലും മുത്തശ്ശനെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയ എല്ലാ പ്രശ്നങ്ങളും തീർന്നില്ല എന്ന് പറഞ്ഞ് കിം ആ കഫിനും കൊണ്ട് അവിടെ നിന്ന് യാത്ര തിരിച്ചു. എന്നാൽ അതേ സമയം തന്നെ ആ കുഴിയെടുത്ത ജോലിക്കാരെ ഇനി അതിനകത്ത് വിലപിടിപ്പുള്ള എന്തെങ്കിലും ഉണ്ടോന്ന് തെരഞ്ഞു നോക്കുന്നുണ്ട്. എന്നാ ആ കുഴിയില് അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ സമയത്താണ് ആ മണ്ണിനടിയിൽ നിന്ന് ഒരു പാമ്പ് ആ ജോലിക്കാരന്റെ അടുത്തേക്ക് ഇഴഞ്ഞു വരുന്നത്. പുള്ളിക്കാരൻ ആ പാമ്പിനെ കണ്ടാകെ ഭയന്നു പോയി. ഹേയ്, ഇത് എന്തുട്ടാന്ന് പറഞ്ഞ് ആ ഒരു വെപ്രാളത്തിലെ ആ ഷവല് കൊണ്ട് പാമ്പിന്റെ തലയിലേക്ക് ഒരൊറ്റ കുത്താണ്. അപ്പൊ തന്നെ ആ ഒരു പാമ്പ് ഒരു സ്ത്രീയുടെ ശബ്ദത്തിൽ അലറുന്നുണ്ട്. പെട്ടെന്ന് അന്തരീക്ഷം ആകെ മാറാൻ തുടങ്ങി. മേഘം ആകെ ഇരുണ്ടുമൂടി. നല്ല ശക്തിയായിട്ട് മഴ പെയ്യാൻ തുടങ്ങി. അങ്ങനെ പാതി വഴിക്ക് വെച്ച് കിം കാറിൽ നിന്നിറങ്ങി പാർക്കിനോട് സംസാരിക്കുന്നുണ്ട്. ഇന്നിനി മുത്തശ്ശന്റെ ചടങ്ങുകളൊന്നും ചെയ്യാൻ കഴിയില്ല. നമുക്ക് മറ്റൊരു ദിവസം ചടങ്ങുകളൊക്കെ ചെയ്യാം. പാർക്ക് ഇത് കേട്ട് ആകെ അപ്സെറ്റ് ആയി. ഇനി നമ്മൾ എന്താ ചെയ്യാ? മാസ്റ്റർ കിം അവനെ കൺവിൻസ് ചെയ്യുന്നുണ്ട്. ചടങ്ങുകളൊക്കെ അതിന്റേതായിട്ടുള്ള രീതിയിൽ നടക്കണം. അതുവരെ മുത്തശ്ശനെ മോർച്ചറിയിലേക്ക് മാറ്റാം. ഇതല്ലാതെ വേറെ വഴിയില്ല. അങ്ങനെ അവസാനം ചോയ് മുത്തശ്ശന്റെ ശവപ്പെട്ടി അവന്റെ ഫ്യൂണറൽ ഹോമിലേക്ക് കൊണ്ടുപോയി. പോകുന്നതിന് മുൻപ് ചോയ് തന്റെ സെക്യൂരിറ്റി ഗാർഡിനോട് പ്രത്യേകം പറയുന്നുണ്ട്, ഒരു കാരണവശാലും ആരും ആ പെട്ടി തുറക്കരുത്, ഒന്ന് ശ്രദ്ധിക്കണേ. അതേസമയം തന്നെ മാസ്റ്റർ കിം ഈ മലയിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ക്ഷേത്രത്തിന്റെ സൈൻ ബോർഡ് ശ്രദ്ധിച്ചിരുന്നു. പാർക്കിനോട് ചോദിച്ചാല് മുത്തശ്ശനെ കുറിച്ചോ അദ്ദേഹത്തിന്റെ മരണത്തെ കുറിച്ചോ ഒന്നും വ്യക്തമായിട്ട് പറയുന്നില്ല. അതുകൊണ്ട് മാസ്റ്റർ ആ ക്ഷേത്രത്തിലെ സന്യാസിയെ കണ്ട് സംസാരിക്കാനായിട്ട് പോയി. ഇപ്പോ അതൊരു ക്ഷേത്രമൊന്നുമല്ല, പുരാതന ക്ഷേത്രത്തിലെ ചില വസ്തുക്കളൊക്കെ അവിടെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോ കിം ആ സന്യാസിയോട് ചോദിക്കും, ഈ ക്ഷേത്രത്തിലെ പ്രധാന സന്യാസിയുടെ പേര് ഗിൻസു എന്നാണോ? ദേ ആ കാണുന്ന മലയുടെ മുകളില് ഒരു കല്ലറയുണ്ടല്ലോ, അതാരാന്നറിയോ? ഇത് കേട്ട് ആ സന്യാസി പറയും, തനിക്ക് അങ്ങനെ ഒരു സന്യാസിയെ കുറിച്ച് അറിയില്ല. പിന്നെ ആ കല്ലറയെ ചുറ്റിപ്പറ്റി കുറെ കഥകളൊക്കെ പറയുന്നുണ്ട്. അവിടെ ഏതാണ്ട് നിധിയുണ്ട്, സ്വർണ്ണമുണ്ട് എന്നൊക്കെ. അന്നത്തെ കാലത്ത് നിധി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ധനികരുടെ കല്ലറകളില് ഒത്തിരി കളവ് നടന്നിരുന്നു. അതുപോലെ ആ മലയുടെ മുകളിൽ മോഷ്ടിക്കാൻ വന്ന കുറച്ച് കള്ളന്മാരെ പിടികൂടി. അന്ന് ആ കള്ളന്മാരുടെ കയ്യിലുണ്ടായിരുന്ന ഒരുപാട് സാധനങ്ങള് ആ ക്ഷേത്രത്തില് ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരുന്നു. അതൊക്കെ ആ സന്യാസി കിമ്മിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതേസമയം തന്നെ ഇവിടെ മോർച്ചറിയിലെ ഗാർഡ് ചോയ് പറഞ്ഞത് കേൾക്കാതെ മുത്തശ്ശന്റെ ശവപ്പെട്ടി തുറക്കാനുള്ള ശ്രമത്തിലാണ്. കാരണം അതിനകത്ത് നിധിയുള്ള കഥകളൊക്കെ ആ ഗാർഡിനും അറിയാം. പക്ഷേ പകരം അതിനകത്തെ അപകടം അയാൾക്കറിയില്ലല്ലോ. ആ ഗാർഡ് ആ ശവപ്പെട്ടി കുത്തി തുറക്കുന്ന നേരത്താണ് സുയൂണും ലീയും മോർച്ചറിയിലേക്ക് വരുന്നത്. ഇത് കണ്ടവർക്ക് വിശ്വസിക്കാനേ വയ്യ. അത് തുറക്കല്ലെന്ന് പറഞ്ഞു തീരുന്നതിന് മുന്നേ അയാൾ ആ ശവപ്പെട്ടി തുറന്നു. അടുത്ത സെക്കൻഡിൽ തന്നെ 100 വർഷം അതിനകത്ത് ട്രാപ്പായി പോയ മുത്തശ്ശന്റെ പ്രേതം പുറത്തേക്ക് രക്ഷപ്പെട്ടു. സുയൂൺ മൂക്കിൽ നിന്നൊക്കെ ബ്ലഡ് വന്ന് അവിടെ
അവിടെ ബോധം കെട്ട് വീണു. ആ സെക്യൂരിറ്റി ഗാർഡ് ആണെങ്കിൽ തന്റെ ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടി. ഒടുവില് ലീയും ചോയും ചേർന്ന് നായികയെ ആശുപത്രിയിൽ എത്തിച്ചു. ഇപ്പോഴും സുയൂണിന്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നോണ്ടിരിക്കുകയാണ്. ആ ഗാർഡ് ഇങ്ങനെ ഒരു പണി തരുമെന്ന് അവരൊരിക്കലും വിചാരിച്ചില്ല. അപ്പോഴേക്കും സംഭവം അറിഞ്ഞ് മാസ്റ്റർ കിം ആശുപത്രിയിലെത്തി. അതേസമയം ഇവിടെ അമേരിക്കയില് പാർക്കിന്റെ പിതാവ് ജനാല വഴി പുറത്തേക്ക് നോക്കിയിരിക്കുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. ആ സമയത്ത് തന്നെ ആരോ വിളിക്കുന്നത് പോലെ അയാൾക്ക് തോന്നി. പാർക്കിന്റെ പിതാവ് അച്ഛൻ വന്നോന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. അയാള് അകത്തേക്ക് വായുന്ന് പറഞ്ഞ് ജനാല തുറന്നതും എന്തോ വളരെ വേഗത്തില് കാറ്റുപോലെ എന്തോ ഒന്ന് അകത്തേക്ക് പോയി. അടുത്ത സെക്കൻഡിലെ ആർത്തിയോടെ ആരോ ഭക്ഷണം കഴിക്കുന്ന ശബ്ദം കേൾക്കാം. അയാള് പതിയെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. പാർക്കിന്റെ മുത്തശ്ശൻ ആർത്തിയോടെ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുകയാണ്. അച്ഛന് വല്ലാതെ തണുക്കുന്നു, വിശക്കുന്നു. ഇത് പറഞ്ഞ ആ ദുരാത്മാവ് വീൽ ചെയറിലിരിക്കുന്ന നമ്മുടെ പാർക്കിന്റെ അച്ഛന്റെ ഹൃദയം കൈകൊണ്ട് ഞെരിക്കാൻ തുടങ്ങി. അതേസമയം തന്നെ പാർക്കിന്റെ അമ്മ ഇതൊന്നും അറിയാതെ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് ഡാൻസ് കളിച്ചോണ്ടിരിക്കുകയാണ്. എന്നാ നമ്മളെ കാണിക്കുന്നുണ്ട് അവിടെ ആ സ്ത്രീ തനിച്ചായിരുന്നില്ല. പിന്നെ കേൾക്കുന്നത് ആ സ്ത്രീയുടെ കരച്ചില് മാത്രമാണ്. 100 വർഷത്തിന് ശേഷം പുറത്തേക്ക് രക്ഷപ്പെട്ട ദുരാത്മാവ് ആദ്യം തന്റെ മകനെയും മകന്റെ ഭാര്യയെയും കൊലപ്പെടുത്തി. അതേസമയം ഇവിടെ സിയൂൺ ആ ദുരാത്മാവിനെ കുറിച്ച് മാസ്റ്ററിനോട് സംസാരിക്കുകയാണ്. പാർക്കിന്റെ മുത്തശ്ശന് അവന്റെ കുടുംബത്തോട് ഒരു സ്നേഹവുമില്ല, തീരാത്ത പകയാണ്. കാരണം 100 വർഷം താൻ ആ ശപിക്കപ്പെട്ട സ്ഥലത്ത് അലറിക്കരയായിരുന്നു. എന്നാ മുത്തശ്ശന്റെ മകനോ കൊച്ചുമക്കളോ ആ കരച്ചില് കേട്ടില്ല. ഇപ്പോ ആ ദുരാത്മാവിനെ അവരോട് വെറുപ്പ് മാത്രമാണ്. അതുകൊണ്ട് ആ ദുരാത്മാവിനെ എത്രയും പെട്ടെന്ന് പിടികൂടണം, അല്ലെങ്കിൽ പാർക്കിന്റെ കുടുംബത്തിലെ ആരും തന്നെ ജീവനോടെ ഉണ്ടാവില്ല. അങ്ങനെ ആ ദുരാത്മാവിനെ പിടികൂടാനായിട്ട് സിയൂൺ, ലീ, ചോയ് ഇവര് 3 പേരും ചേർന്ന് ഏതാണ്ട് ചടങ്ങുകളൊക്കെ ചെയ്യാൻ തുടങ്ങി. ആ ഒരു ദുരാത്മാവിനെ അതേ ശവപ്പെട്ടിയിലേക്ക് തന്നെ ട്രാപ്പ് ചെയ്യണം. ഒടുക്കം മുത്തശ്ശന്റെ ദുരാത്മാവ് അത് ലീയുടെ ദേഹത്തേക്ക് പ്രവേശിച്ചു. അവനാകെ സൈലന്റ് ആയി. മുത്തശ്ശ, നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? പറ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? അതിനാ ദുരാത്മാവ് പറയും, എന്റെ കുഞ്ഞുങ്ങൾ, ഞാൻ അവരെ കൊണ്ടുപോകും. ഇത് പറഞ്ഞ ലീ ബ്ലഡ് വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. ആ ദുരാത്മാവ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി. സിയൂണിനെ അതിനെ പിടികൂടാൻ കഴിഞ്ഞില്ല. ഇതേ സമയം തന്നെ പാർക്ക് ഹോട്ടൽ മുറിയിലെ ബാത്ടബിൽ ഇരുന്ന് ഉറങ്ങാണ്. പെട്ടെന്ന് അവന്റെ മുത്തശ്ശന്റെ അലർച്ച കേട്ട് അവൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീറ്റു. പാർക്ക് കണ്ണു തുറന്നു നോക്കുമ്പോ അവനിപ്പോ ബാത്റൂമിലല്ല, അവന്റെ ബെഡിലാണ്. ആ കറക്റ്റ് സമയത്ത് അവന്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. അത് മാസ്റ്റർ കിം ആണ്. അയാള് ഒത്തിരി മടിച്ചിട്ടാണെങ്കിലും മുത്തശ്ശന്റെ ശവപ്പെട്ടി അറിയാതെ ആരോ തുറന്നതായിട്ട് പാർക്കിനോട് പറഞ്ഞു. ഈ ഒരു കാര്യം കേട്ട് പാർക്കിന്റെ ജീവൻ അങ്ങ് പോയി. നിങ്ങൾ എന്താ ഈ പറയുന്നേ? എനിക്കൊത്തിരി തിരക്കുണ്ട്, ഞാൻ ഫോൺ വെക്കാന്ന് പറഞ്ഞ് കിം ഫോൺ വെക്കുന്ന ആ ഒരു സമയത്ത് പാർക്കിന്റെ റൂമിന്റെ ഡോറ് ആരോ തട്ടാൻ തുടങ്ങി. ആകെ വെപ്രാളപ്പെട്ട് കിം ഫോണിലൂടെ പറയുന്നുണ്ട്, നീ ഒരു കാരണവശാലും ഡോറ് തുറക്കരുത്. ആകെ കൺഫ്യൂസ് ആയ പാർക്ക് പുറത്ത് ഡോറ് തട്ടുന്നത് അതാരാണെന്ന് അറിയാതെ നിൽക്കുക. അപ്പോ ഡോറിനപ്പുറത്തു നിന്ന് പറയും, ഞാൻ കിമ്മാണ്, പാർക്ക്, നിങ്ങൾ ഈ ഡോർ ഒന്ന് തുറക്ക്. ഈ ഒരു കാര്യം കേട്ട് പാർക്ക് ആകെ ഷോക്കായി. ഫോണിലും കിം, ഹോട്ടൽ മുറിക്ക് വെളിയിലും കിം. അപ്പോ ഫോണിൽ സംസാരിക്കുന്ന മാസ്റ്റർ പറയും, നീ ഡോർ തുറക്കരുത്, അത് ഞാനല്ല, അത് നിന്റെ മുത്തശ്ശന്റെ പ്രേതമാണ്, നീ വേഗം ചെന്ന് വിൻഡോ തുറക്ക്. പാർക്ക് ഇത് കേൾക്കേണ്ട താമസേ ഉള്ളൂ. ഓടി ചെന്ന് വിൻഡോ തുറന്നു. അടുത്ത സെക്കൻഡിൽ തന്നെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്ന കിമ്മിന്റെ ശബ്ദം മാറാൻ തുടങ്ങി. സത്യത്തിലെ അവനോട് ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് മുത്തശ്ശന്റെ പ്രേതമായിരുന്നു. പിന്നെ ഇത്ര നേരം ഡോർ തട്ടിക്കൊണ്ടിരുന്നത് മാസ്റ്റർ കിം ആയിരുന്നു. പാർക്ക് ഇങ്ങനെ എത്ര തവണ തട്ടിയിട്ടും ഡോർ തുറക്കാതായിപ്പോ ആകെ ഭയന്നു പോയ കിം വേഗം ചെന്ന് അവിടുത്തെ സ്റ്റാഫിനെ കൊണ്ട് ഡോർ തുറന്നു. അവരകത്തേക്ക് ചെന്നപ്പോ പാർക്ക് ആകെ വീടായിട്ടാണ് പെരുമാറുന്നത്. അവൻ മേശപ്പുറത്തേക്ക് കയറി നിന്ന് ഒരു പട്ടാളക്കാരൻ സംസാരിക്കുന്നത് പോലെയാണ് സംസാരിക്കുന്നത്. അതും ജാപ്പനീസില്. കുറുക്കന്മാർ കടുവയുടെ നട്ടല് തകർത്തു, ഞങ്ങളാണ് യുദ്ധത്തിൽ ജയിച്ചത്, ഞങ്ങളാണ് ജയിച്ചത്, ഇതുപോലെ എന്തൊക്കെയോ പിച്ചും പിയൊക്കെ പറയുന്നുണ്ട്. അപ്പോ അയാൾക്ക് മനസ്സിലായി മുത്തശ്ശന്റെ ദുരാത്മാവ് പാർക്കിനെ പിടികൂടി. കിമ്മി ഇതൊക്കെ കണ്ട് ആകെ കിളി പാറി നിൽക്കുന്ന സമയത്ത് പാർക്ക് ബ്ലഡ് വോമിറ്റ് ചെയ്യാൻ തുടങ്ങി. ആ ഹോട്ടലിലെ സ്റ്റാഫ് ആണെങ്കിലേ ഇതൊക്കെ കണ്ട് ആകെ പേടിച്ചു പോയി ആംബുലൻസിനെ വിളിക്കാനായിട്ട് അവിടെ നിന്ന് ഓടിപ്പോയി. പാർക്കാണെങ്കിലേ ആകെ ലക്ക് കെട്ടതുപോലെ കുറെ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്, ഒന്നും മിണ്ടുന്നില്ല. പെട്ടെന്ന് പാർക്ക് തന്റെ തല തിരിച്ച് കിമ്മിനെ നോക്കി. അടുത്ത നിമിഷം തന്നെ പാർക്ക് തന്റെ കഴുത്തൊടിഞ്ഞ് അവിടെ മരിച്ചു വീണു. ഇതൊക്കെ കണ്ട് എന്താ ചെയ്യേണ്ടെന്നറിയാതെ കിം അങ്ങനെ തരിച്ചു നിൽക്കുകയാണ്. ഇതേ സമയത്ത് ചോയി മുത്തശ്ശന്റെ ഡെഡ് ബോഡി കത്തിച്ച് കളയാനായിട്ട് ധൃതി പിടിച്ച് ഫയർ ബോക്സിനകത്തേക്ക് വെച്ച് എല്ലാം സെറ്റാക്കി. കാരണം അവരാ ദുരാത്മാവിനെ പിടികൂടാൻ ശ്രമിച്ചു, പക്ഷേ അത് നടന്നില്ല. ഇനി എത്രയും പെട്ടെന്ന് ഇത് കത്തിച്ചു കളയണം, അതല്ലാതെ വേറെ വഴിയൊന്നും കാണുന്നില്ല. ഇക്കാര്യം ചോയി മാസ്റ്ററിനെ ഫോൺ ചെയ്ത് അറിയിച്ചെങ്കിലും അതിന് യെസ് പറയാൻ അയാൾക്ക് കഴിയില്ല. പാർക്കിപ്പോ ജീവനോടെയില്ല. പാർക്കിന്റെ കുടുംബത്തിന്റെ സമ്മതമില്ലാതെ അതൊരിക്കലും കത്തിക്കാനും കഴിയില്ല.
കിം വേഗം തന്നെ അമേരിക്കയിലുള്ള പാർക്കിന്റെ ആന്റിയെ ഫോൺ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ചോയ് ആണെങ്കിൽ ധൃതി പിടിച്ച് അത് കത്തിച്ച് കളയാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. ഇനി യെസ് എന്നൊരു മറുപടി മാത്രം മതി. അതേസമയം തന്നെ ആശുപത്രിയിലെ പാർക്കിന്റെ കുഞ്ഞിനെ നാനി ഉറക്കുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. കുഞ്ഞ് മുത്തശ്ശന്റെ ദുരാത്മാവിനെ കണ്ട് ബഹളം വെച്ച് കരയുന്നുണ്ട്. കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് വളരെ വേഗത്തിലായി. ആ ഒരു സെക്കൻഡിൽ തന്നെ ഇവിടെ ആന്റി തന്റെ അച്ഛന്റെ അവശേഷിപ്പുകളൊക്കെ കത്തിച്ചു കളയാനായിട്ട് സമ്മതിക്കും. ആന്റി യെസ് പറഞ്ഞതും ചോയി ഫയർ ബോക്സിന്റെ ബട്ടൺ അമർത്തി. ആ കഫിൻ കത്തി എരിയാൻ തുടങ്ങിയതോടെ ഇവിടെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ദുരാത്മാവ് മറഞ്ഞുപോയി. അവർക്ക് കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിഞ്ഞെങ്കിലും പാർക്കിനെ രക്ഷിക്കാനായിട്ട് കഴിഞ്ഞില്ല. ഒരു കണക്കിന് എല്ലാം അവസാനിച്ചു. ഇനി പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് കരുതി കുറച്ച് ദിവസങ്ങള് അങ്ങനെ കടന്നുപോയി. എന്നാൽ മാസ്റ്റർ കിമ്മിന്റെ ജോലിക്കാരിലെ ഒരാള് കുറെ ദിവസങ്ങളായിട്ട് ജോലിക്ക് വന്നിട്ടില്ല. അന്ന് ആ കല്ലറ തുറക്കാനായിട്ട് വന്നതാണ്. പിന്നീട് അയാളെ കിം കണ്ടിട്ടില്ല. കിം നേരെ ആ ജോലിക്കാരനെ തെരഞ്ഞ് അയാളുടെ വീട്ടിലെത്തി. ഗ്വിന്നാണെങ്കില് ആകെ പേടിച്ചു വറച്ച് വീട്ടിൽ തന്നെ ഒളിച്ചിരിക്കുകയാണ്. അന്ന് അയാള് ആ ഒരു പാമ്പിനെ കൊന്നില്ലേ, അതിനുശേഷം ഒന്ന് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അയാളുടെ കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നൊക്കെ ബ്ലഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നെ സഹായിക്കി, ആ പാമ്പിനെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി, എന്നെ രക്ഷിക്കുന്നൊക്കെ പറഞ്ഞ് കരയാണ്. ഈ കാര്യങ്ങളൊക്കെ കേട്ട കിം ഇതൊക്കെ സത്യമാണെന്ന് അറിയാനായിട്ട് ആ മലയുടെ മുകളിലേക്ക് പോയി. അയാൾ ആ കുഴിയിൽ നിന്ന് ഒരു സ്ത്രീയുടെ തലയുള്ള പാമ്പിനെ കണ്ടെത്തി. അതൊരു ഡീമനാണ്, ന്യൂറോണ എന്നാണ് അതിന്റെ പേര്. ഈ ഒരു കാഴ്ച കണ്ട് മാസ്റ്റർ ആകെ പതറിപ്പോയി. ഒരു ഡീമൻ ഒരു ശവക്കുഴിക്ക് കാവലിരിക്കണമെങ്കിൽ ഇത് താൻ ചിന്തിച്ചത് പോലെയല്ല എന്ന് അയാൾക്ക് മനസ്സിലായി. കിം ആ ഒരു പാമ്പിനെ കണ്ട് പേടിച്ച് പിന്നിലേക്ക് വീഴാനായിട്ട് പോയപ്പോ അയാള് താഴെ മണ്ണില് ഷവല് കൊണ്ട് കുത്തി. അപ്പോ താഴെ ഒരു പലകയുടെ ശബ്ദം കേൾക്കാം. ഇപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന ഒരു സത്യം മാസ്റ്റർ തിരിച്ചറിയുന്നത്. താഴെ മറ്റാരുടെയോ ശവകുടീരമുണ്ട്. അത് മറയ്ക്കാനാണ് പാർക്കിന്റെ മുത്തശ്ശനെ ഇവിടെ അടക്കം ചെയ്തത്. ഇക്കാര്യം പാർക്കിനോ അവന്റെ കുടുംബത്തിനോ അറിയില്ല. പക്ഷേ പാർക്ക് എന്തൊക്കെയോ കിമ്മിൽ നിന്ന് മറച്ചിരുന്നു. അതെന്തായിരിക്കും? മാസ്റ്റർ വേഗം തന്നെ ഇക്കാര്യം തന്റെ കൊളീഗ്സിനെ അറിയിച്ചു. അവരും ഈ ഒരു കാഴ്ച കണ്ട് വിശ്വസിക്കാനാവാതെ നിൽക്കുകയാണ്. സാധാരണ ഒരിക്കലും ശവപ്പെട്ടി കുത്തനെ നിർത്തി അടക്കം ചെയ്യില്ല. അത് മാത്രമല്ല, ആ ശവപ്പെട്ടിക്ക് അതിലേറെ വലിപ്പമുണ്ട്. ഒരു 7-8 അടി ഹൈറ്റ് ഉണ്ടാവും. അതും മുള്ളുവേലി കൊണ്ടൊക്കെ വരിഞ്ഞു കെട്ടി വെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് അങ്ങനെ എന്താണെന്ന് അവർക്ക് യാതൊരു പിടുത്തവുമില്ല. ഒരു പെട്ടി തുറന്നതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. അതുകൊണ്ട് സിയോൺ പറയും, താനോ ലിയോ ഇതിൽ തലവെക്കില്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇതിന്റെ ശാപം വേണ്ട. എന്നാൽ എന്തൊക്കെ പറഞ്ഞിട്ടും കിം അത് കേൾക്കാൻ തയ്യാറായില്ല. പാർക്കിന്റെ ഫാമിലി ഒത്തിരി അനുഭവിച്ചതല്ലേ, ഇനി ഇതിവിടെ കിടന്നിട്ട് ഇനി എന്തെങ്കിലും സംഭവിച്ചാലോ? നമുക്കിത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാം. അത് തുറന്നു നോക്കാനോ അതിലാരാണെന്നോ നമുക്കറിയേണ്ട ആവശ്യമില്ല. ഒടുവിൽ ആ ശവപ്പെട്ടി എങ്ങനെയൊക്കെയോ അവര് പുറത്തേക്ക് എടുത്തു. സമയം ഒത്തിരി വൈകിയതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് ആ ശവപ്പെട്ടി ഭദ്രമാക്കി വെക്കാനായിട്ട് കിം അവരെയും കൊണ്ട് തൊട്ടടുത്തുണ്ടായിരുന്ന ആ ക്ഷേത്രത്തിലേക്ക് പോയി. അവരാ കഫിൻ ക്ഷേത്രത്തിനകത്തല്ല, മറിച്ച് ഒരു ഷെഡിലാണ് വെച്ചത്. ആ പെട്ടി കണ്ട സന്യാസി ആകെ കിളിപാറി നിൽക്കാണ്. തന്റെ ജീവിതത്തിലെ ഇത്രയും വലിയൊരു ശവപ്പെട്ടി കണ്ടിട്ടില്ല. അപ്പോഴേക്കും സിയോൺ മന്ത്രങ്ങളൊക്കെ ചൊല്ലി ആ പെട്ടിക്ക് ചുറ്റും അരിമണി വിതറി. ഒപ്പം കുതിരയുടെ ബ്ലഡ് ഒഴിക്കുന്നുണ്ട്. കുറച്ചു സമയം കഴിഞ്ഞ് പാർക്കിന്റെ ആന്റിയും മകനും ആ ക്ഷേത്രത്തിലേക്ക് എത്തി. തന്റെ അച്ഛന്റെ കല്ലറയ്ക്ക് താഴെ മറ്റൊരു കല്ലറയുള്ളത് ആ സ്ത്രീക്ക് അറിയില്ല. ആ സ്ത്രീ തന്റെ അച്ഛനെ കുറിച്ചുള്ള ഒരു കാര്യങ്ങളും തുറന്നു പറയാനായിട്ട് തയ്യാറായിരുന്നില്ല. എന്നാൽ മാസ്റ്റർ കിം ആണെങ്കിൽ പാർക്കിന്റെ മുത്തശ്ശനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും കണ്ടെത്തിയിരുന്നു. അധികാരത്തിനും സമ്പത്തിനും വേണ്ടി പാർക്കിന്റെ മുത്തശ്ശൻ തന്റെ രാജ്യത്തെ തന്നെ വിറ്റു, ഒറ്റിക്കൊടുത്തു. കൊറിയൻ ജപ്പാൻ യുദ്ധം നടക്കുന്ന സമയത്ത് മുത്തശ്ശൻ ജപ്പാൻ പട്ടാളക്കാരോടൊപ്പം ചേർന്നു. ഈ ഒരു കാര്യമാണ് പാർക്ക് കിമ്മിൽ നിന്ന് മറച്ചു വെച്ചത്. ഈ ഒരു നാണക്കേട് കൊണ്ട് തന്നെയാണ് പാർക്കിന്റെ ഫാമിലി മുത്തശ്ശന്റെ ഫ്യൂണറൽ ചടങ്ങിന് പങ്കെടുക്കാതിരുന്നതും കൊറിയയിലേക്ക് തിരിച്ചു വരാതിരുന്നതും. എന്നാൽ മുത്തശ്ശന്റെ കല്ലറയ്ക്ക് താഴെ അതാരാണെന്ന് പാർക്കിന്റെ ഫാമിലിക്ക് അറിയില്ല. അപ്പോ സിയോൺ പറയും, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആ പെട്ടി കത്തിച്ചു കളയണം, നാളെ രാവിലെ തന്നെ. അന്ന് രാത്രി എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. ആണുങ്ങളൊക്കെ ക്ഷേത്രത്തിനകത്തും സിയോൺ മാത്രം തന്റെ കാറിലാണ് ഉറങ്ങുന്നത്. ഈ സമയത്ത് ക്ഷേത്രത്തിനകത്ത് ഉറങ്ങിക്കൊണ്ടിരുന്ന എല്ലാവരും ശ്വാസം കിട്ടാത്തതുപോലെ ഞെരിപിരി കൊള്ളുന്നുണ്ട്. ഒടുവിൽ ലീയും തന്റെ ദേഹത്ത് എന്തോ വലിയ പാറ കൊണ്ടുവച്ചതുപോലെ ഭയങ്കര വെയിറ്റ് തോന്നി അവൻ കണ്ണു തുറന്നു നോക്കുമ്പോ ഈ ക്ഷേത്രത്തിലെ സന്യാസിയില്ലേ, അയാള് രക്തത്തിൽ കുളിച്ച് അവന്റെ ദേഹത്ത് കയറി നിൽക്കുകയാണ്. എന്തൊക്കെയോ പിച്ചും പെയ്യൊക്കെ പറയുന്നുണ്ട്. ലീ തന്റെ എല്ലാ ധൈര്യവും സംഭരിച്ച് മന്ത്രങ്ങൾ ചൊല്ലി അവിടെ നിന്ന് എണീറ്റു. ഇപ്പോ ആ സന്യാസിയെ കാണാനില്ല. അവന് മനസ്സിലായി എന്തോ പന്തികേടുണ്ട്. ആ പെട്ടി ഇനി ആരെങ്കിലും തുറന്നോ അതറിയാനായിട്ട് ലീ ആ ഷെഡിനടുത്തേക്ക് പോയി. അതിന്റെ ഡോറ് ലോക്കാണ്, അതാരും തുറന്നിട്ടില്ല. താൻ എന്തെങ്കിലും സ്വപ്നം കണ്ടതായിരിക്കും എന്ന് കരുതി ലീ തിരികെ പോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പന്നി ഫാമിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. ലീ പതിയെ ശബ്ദം ഉണ്ടാക്കാതെ ചെന്ന് ആ ഫാമിനകത്തേക്ക് നോക്കുമ്പോ ആ ഫാമിനകത്ത് 8 അടി ഉയരത്തിലെ ഒരു രൂപം സന്യാസിയെ വലിച്ചു കീറി തിന്നോണ്ടിരിക്കുകയാണ്. പിന്നെ പറയണ്ടല്ലോ, ലീയുടെ
ജീവൻ അങ്ങ് പോയി. അവന് മനസ്സിലായി അത് ആ പെട്ടിക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നതാണ്. ലീ പതിയെ ശബ്ദം ഉണ്ടാക്കാതെ നേരെ സിയോണിന്റെ കാറിന്റെ അടുത്തേക്ക് ഓടി. അവൻ അവളെ വിളിക്കുന്നുണ്ട്. എന്നാ ആ സമയത്ത് സിയോണിന്റെ മുത്തശ്ശിയുടെ ആത്മാവ് അവളോട് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങല്ലേ എന്ന് പറഞ്ഞ് അവളെ തടയുന്നുണ്ട്. എന്നാലും അവൾക്ക് ലീയെ അവിടെ തനിച്ചാക്കാൻ കഴിയില്ലല്ലോ. സിയോൺ ആ ഷെഡിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ലീ ആ ലോക്കൊക്കെ തല്ലി പൊട്ടിച്ച് അവരതിനകത്തേക്ക് ചെന്ന് നോക്കുമ്പോ രണ്ടുപേർക്കും ആ ഒരു കാഴ്ച വിശ്വസിക്കാനേ വയ്യ. ആ പെട്ടിയൊക്കെ തകർത്ത് മേൽക്കൂര പൊളിച്ചാണ് ആ സാധനം പുറത്തേക്ക് രക്ഷപ്പെട്ടത്. ലീ ഉടനെ തന്നെ മറ്റുള്ളവരെ ഉണർത്താനായിട്ട് ക്ഷേത്രത്തിലേക്ക് ഓടി. ഇപ്പോ സിയോൺ ആ ഷെഡിനകത്ത് തനിച്ചാണ്. അപ്പോ ആരോ അങ്ങോട്ട് നടന്നു വരുന്നത് പോലെ അവൾക്ക് തോന്നി. ആ പെട്ടിയിലുണ്ടായിരുന്നത് അതെന്താണെന്ന് അവള് കണ്ടിട്ടില്ലല്ലോ. ഒരു 8 അടി ഹൈറ്റിലെ യുദ്ധത്തിന്റെ പടച്ചട്ടയൊക്കെ അണിഞ്ഞ് ഒരു ജാപ്പനീസ് പടയാളിയാണ് അങ്ങോട്ട് വരുന്നത്. അത് ചറപറാന്ന് ജാപ്പനീസിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. തന്റെ ഒരു മന്ത്രങ്ങളും ഇവിടെ ഫലിക്കില്ല എന്ന് സിയോണിന് നന്നായിട്ട് അറിയാം. അവള് തന്റെ തല താഴ്ത്തി താഴേക്ക് നോക്കിയിരുന്നു. ആ പിശാചാണെങ്കില് ജാപ്പനീസിലെ കൊല്ലെ, ആളുകളെ കൊല്ലെ എന്നൊക്കെ പിച്ചുംപിയൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. പിന്നെ അതിനിഷ്ടപ്പെട്ട ഫുഡിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. ജാപ്പനീസ് പട്ടാളക്കാർക്ക് നല്ല ഫ്രഷ് മീനും തണ്ണിമത്തനും ഒക്കെ ഒത്തിരി ഇഷ്ടമാണ്. ഇത് കേട്ട് സിയോണും ജാപ്പനീസിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അവള് പതിയെ തല ഉയർത്തി നോക്കിയെങ്കിലും ആ പിശാചിനെ അവിടെ കാണാനില്ല. ഇവള് തന്നെ ഫുഡിന്റെ കാര്യം പറഞ്ഞ് പറ്റിക്കാണെന്ന് അതിന് മനസ്സിലായി. ആ പിശാച് സിയോണിനെ പിടിച്ച് തിന്നാനായിട്ട് നായികയുടെ അടുത്തേക്ക് ഒറ്റച്ചാട്ടമാണ്. അവള് തന്റെ ജീവനും കൊണ്ട് പുറത്തേക്ക് ഓടി. ആ പിശാച് അവളെ പിടികൂടുന്നതിന് മുന്നേ ഒരു ഇരുമ്പ് കമ്പിയായിട്ട് അങ്ങോട്ട് ഓടി വന്ന ലീ ആണെങ്കില് അതിന്റെ ദേഹത്തേക്ക് ഇരുമ്പ് കമ്പി കൊണ്ട് കുത്തിയെങ്കിലും അതിന് യാതൊരു കുലുക്കുമില്ല. പർവ്വതം പോലെ അനങ്ങാതെ നിൽക്കുകയാണ്. ആ ഒരു ക്രീച്ചർ ലീയുടെ വയറ് കീറി അവനെ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് സിയോണിനെ കൊല്ലാനായിട്ട് അവളുടെ അടുത്തേക്ക് നടന്നു. അത് അവളെ ഒന്നും ചെയ്യുന്നില്ല. ജാപ്പനീസിലെ എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലാൻ തുടങ്ങി. ആ പിശാചിന്റെ ദേഹം മൊത്തം തീ പടർന്ന് അതൊരു തീപ്പന്തമായിട്ട് മുകളിലേക്ക് പറക്കാൻ തുടങ്ങി. ഈ ഒരു കാഴ്ച കണ്ടോണ്ടാണ് മാസ്റ്റർ കിമ്മും ജോയും അങ്ങോട്ട് ഓടി വരുന്നത്. ഇതുപോലൊരു കാഴ്ച തന്റെ ജീവിതത്തിലെ ഒരാള് പറഞ്ഞ് കേട്ടിട്ടുമില്ല, നേരിട്ട് കണ്ടിട്ടുമില്ല. ആ തീപ്പന്തം അങ്ങനെ തന്നെ മലയുടെ മുകളിലേക്ക് പറന്നുപോയി. ഈ സമയം സിയോൺ നിലവിളിച്ച് കരയുന്നുണ്ട്. ലീ അവൻ മരിച്ചിട്ടില്ല, അവനെ സഹായിക്കേ എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ ലീയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഈ സമയത്ത് ന്യൂസിൽ കാണിക്കുന്നുണ്ട് ക്ഷേത്രത്തിലെ സന്യാസിയെ കൊന്നത് കരടിയാണെന്നാണ് പോലീസുകാർ പറയുന്നത്. ഇതേ സമയം തന്നെ മാസ്റ്റർ കിം കുറ്റബോധം കൊണ്ട് ആകെ തകർന്നിരിക്കുകയാണ്. താൻ കാരണം ആ സന്യാസി മരിച്ചു. ഇപ്പോ ലീ ഈ ഒരു അവസ്ഥയിലായി. അങ്ങനെ ലീയുടെ സർജറി ഒക്കെ കഴിഞ്ഞു. ഡോക്ടേഴ്സ് അവരോട് പറയുന്നുണ്ട് ലീക്കിപ്പോ കുഴപ്പമൊന്നുമില്ല, അവന്റെ നട്ടെല്ലിന് ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ട്, നടക്കാനൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരിക്കില്ല, പക്ഷേ അവനെ വേഗം തന്നെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റണം. അന്ന് രാത്രി മാസ്റ്റർ ആരും അറിയാതെ ആ ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട്. അവിടെ ശേഖരിച്ചു വെച്ചിരുന്ന കള്ളന്മാരുടെ ആയുധങ്ങളും അവരുടെ പുസ്തകങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കി. അക്കൂട്ടത്തിലെ ശവക്കുഴി കൊള്ളക്കാരുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ തന്നെ ഉണ്ടായിരുന്നു. ആ ഫോട്ടോയ്ക്ക് പിന്നിൽ എഴുതിയിരിക്കുന്നത് ഇത് ഞങ്ങളുടെ മണ്ണാണ്, അത് ഞങ്ങള് ജീവൻ കൊടുത്തും കാക്കും എന്നാണ്. അടുത്ത ദിവസം ലീയെ കാണാനായിട്ട് സിയോണിന്റെ ആന്റിയും സഹോദരിയും ആശുപത്രിയിലേക്ക് വരുന്നുണ്ട്. ലീക്ക് ഇപ്പോഴും ബോധം തെളിഞ്ഞിട്ടില്ല. കാരണം ആ പിശാജ് ലീയുടെ ആത്മാവിനെ തടവിലാക്കിയിരിക്കുകയാണ്. ആ പിശാജിനെ ഇല്ലാതാക്കിയാലേ ലീയെ അവർക്ക് രക്ഷിക്കാനായിട്ട് കഴിയുള്ളൂ. അതായത് ഇപ്പോ ലീയുടെ ദേഹത്തുള്ളത് ആ ഒരു ജാപ്പനീസ് പടയാളിയുടെ ദുരാത്മാവാണ്. ഇവിടെ സുയൂൺ മേശപ്പുറത്ത് കുറെ ഭക്ഷണ സാധനങ്ങളൊക്കെ വെച്ച് ആ പിശാചുമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. ലീയെ തിരിച്ചു കൊണ്ടുവരണ്ടേ. ആ ഡീമൻ തന്നെ കുറിച്ച് അവളോട് പറയുന്നുണ്ട്. താൻ 10,000-കണക്കിന് ആളുകളെ കൊന്നു, അതുപോലെ തന്നെ നിങ്ങളെ എല്ലാവരെയും ഞാൻ കൊല്ലും. ഇത് പറഞ്ഞല്ലേ മയക്കത്തിലേക്ക് പോയി. അവർക്ക് ആ ദുരാത്മാവിനെ കുറിച്ച് കൂടുതലൊന്നും തന്നെ അറിയാൻ കഴിഞ്ഞില്ല. സിയൂണിന്റെ ആന്റിയും സഹോദരിയും അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുൻപേ അവളെ വാൺ ചെയ്യുന്നുണ്ട്. സിയൂൺ, നീ ഒരിക്കലും ആ ഡീമന്റെ അടുത്തേക്ക് പോകരുത്. ഇത് നീ ചിന്തിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല. ജീവൻ പണയം വെച്ച് മാത്രമേ നമുക്ക് ലീയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂ. കുറച്ചു കഴിഞ്ഞ് മാസ്റ്റർ ആശുപത്രിയിലേക്ക് എത്തി. താൻ കണ്ടെത്തിയ എല്ലാ സത്യങ്ങളും സിയോണിനോട് പറയുന്നുണ്ട്. അന്ന് യുദ്ധം നടക്കുന്ന സമയത്ത് ജപ്പാൻ കൊറിയയുടെ പോസിറ്റീവ് എനർജി ഇല്ലാതാക്കാനായിട്ട് കൊറിയയുടെ പല ഭാഗത്തായിട്ട് മാന്ത്രിക ദണ്ഡുകൾ കുഴിച്ചിട്ടിരുന്നു. ഇത് കൊറിയൻ ജനതയുടെ ഭാഗ്യം, ശക്തി, അഭിവൃദ്ധി ഇവയെല്ലാം തന്നെ ഇല്ലാതാക്കും. യുദ്ധത്തിലെ അവരൊരിക്കലും ജയിക്കില്ല. ആ ഇരുമ്പ് ദണ്ഡുകൾ കുഴിച്ചിട്ടത് മറ്റാരുമല്ല, പാർക്ക് മുന്നേ പറഞ്ഞിരുന്നില്ലേ, ഗിസൂൺ എന്ന സന്യാസി. അയാൾ ഒരു ജാപ്പനീസ് മന്ത്രവാദിയായിരുന്നു. പാർക്കിന്റെ മുത്തശ്ശന്റെ ദുരാത്മാവ് കിമ്മിനോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. കുറുക്കന്മാരെ കടുവയുടെ നട്ടെല്ല് തകർത്തു എന്ന്. ഈ കടുവ എന്ന് പറയുന്നത് പണ്ട് കാലത്തെ മുഴുവൻ കൊറിയയാണ്. ആ മാപ്പ് ശരിക്കും ഒരു കടുവയെ പോലെയാണ്. അതിന്റെ നട്ടെല്ല് എന്ന് പറയപ്പെടുന്നത്
സൗത്ത് കൊറിയ നോർത്ത് കൊറിയ അതിർത്തിയാണ്. അതായത് മുത്തശ്ശനെയും ആ ജാപ്പനീസ് പടയാളിയെയും അടക്കം ചെയ്ത അതേ സ്പോട്ട്. അപ്പോ ആ കുഴിക്കകത്ത് എന്തായാലും ആ മാന്ത്രിക ദണ്ഡം ഉണ്ടായിരിക്കും. അതെടുത്ത് നശിപ്പിച്ചാലേ ആ പിശാചിനെ ഇല്ലാതാക്കാനായിട്ട് കഴിയൂ. പിന്നെ ആ ശവക്കുഴിക്കൊള്ളക്കാര് അവരെ നിധി മോഷ്ടിക്കാൻ നടക്കുന്നവരല്ല, സത്യത്തിലെ അവര് കൊറിയക്കാരാണ്. അവരുടെ മണ്ണിന്റെ ഭാഗ്യമില്ലാതാക്കിയ ജാപ്പനീസുകാരെ കുഴിച്ചിട്ട ആ ലോഹദണ്ഡുകൾ പുറത്തെടുക്കാനാണ് അവര് പലപ്പോഴും കല്ലറകൾ തുറന്നിരുന്നത്. ആ ഇരുമ്പ് ദണ്ഡുകൾ എടുത്തു മാറ്റാനായിട്ട് അവര് കൊറിയ മുഴുവനും അലഞ്ഞു നടന്നു. അവസാനം അവരെ മുത്തശ്ശന്റെ കുഴിമാടം തുറക്കാൻ ശ്രമിച്ചപ്പോഴാണ് അവരെ കൈയോടെ പിടികൂടിയത്. അന്നവർക്ക് ആ ഒരു ഇരുമ്പ് ദണ്ഡ എടുക്കാനായിട്ട് കഴിഞ്ഞില്ല. ഇതൊക്കെ തന്നെ അവര് തങ്ങളുടെ പുസ്തകങ്ങളിൽ കുത്തിക്കുറിച്ചു വെച്ചിരുന്നു. ഭൂമി, മരം, വെള്ളം, തീ, ലോഹം എന്നീ 5 മൂലകങ്ങൾ കൊണ്ടാണ് ആ ഒരു ഇരുമ്പ് ദണ്ഡിനെ സീൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അന്നവർക്ക് കണ്ടെത്താൻ കഴിയാതിരുന്ന ഇരുമ്പ് ദണ്ഡ് എടുത്ത് നശിപ്പിക്കുകയാണെങ്കിൽ ഈ ശാപം എന്നേക്കുമായിട്ട് ഇല്ലാതാവും. ഇതിനുശേഷം അവര് ലീയെ ആ ഡീമൻ ഒന്നും തന്നെ ചെയ്യാതിരിക്കാൻ അവന്റെ ദേഹം നിറയെ മന്ത്രങ്ങൾ എഴുതി. കാരണം അവർ ആ ഡീമൻ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ അതെന്തായാലും ലീയെ കൊല്ലാൻ ശ്രമിക്കും. ലീക്ക് കാവലായിട്ട് സിയൂണിന്റെ ആന്റിയും അവളുടെ സഹോദരിയും തൊട്ടടുത്തുണ്ടാവും. അങ്ങനെ മറ്റു 3 പേരും ആ ഇരുമ്പ് ദണ്ഡ് കണ്ടെത്താനായിട്ട് ആ മലയുടെ മുകളിലേക്ക് പോകുമ്പോൾ പാതി വഴിക്ക് പോലീസ് അവരെ തടയുന്നുണ്ട്. ആ പോലീസുകാരനാണെങ്കിൽ ഇവരുടെ 3 പേരുടെ മുഖത്തും മന്ത്രങ്ങൾ എഴുതിയത് കണ്ട് കിളി പാറി നിൽക്കുകയാണ്. ഇപ്പോ മാസ്റ്റർ പറയും, സാറേ ഞങ്ങൾ ആ കാട്ടില് പുല്ല് വെട്ടി വൃത്തിയാക്കാനായിട്ട് വന്നതാ, ഞങ്ങളെ പോലീസുകാർ തന്നെയാണ് പറഞ്ഞു വിട്ടേന്ന് കള്ളം പറയും. ഒടുക്കം അവരെങ്ങനെയൊക്കെയോ മലയുടെ മുകളിലെത്തി. ആ പിശാച് തന്റെ ശരീരം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഈ കുഴിക്കകത്ത് തന്നെയാണ്. അതുകൊണ്ട് ആദ്യം ആ ഡീമനെ കുഴിയിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കണം. അതിന്റെ ശ്രദ്ധ തിരിച്ചിട്ട് വേണം അവർക്ക് ആ ഇരുമ്പ് ദണ്ഡ് കണ്ടെത്താൻ. അതിനായിട്ട് അവര് ആ പിശാചിന് ഇഷ്ടപ്പെട്ട നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ ആ കുഴിയിലേക്ക് ഇട്ടു. കാടിന്റെ പല ഭാഗങ്ങളിലായിട്ട് മീനിടുന്നുണ്ട്. ഈ കാണുന്ന ഉണങ്ങിയ വലിയ മരമില്ലേ, സിയൂൺ ഈ മരത്തിന് തൊട്ട് ഒളിച്ചിരുന്നാണ് ആ ഡീമന്റെ ശ്രദ്ധ തിരിക്കാൻ പോകുന്നത്. അങ്ങനെ അന്ന് രാത്രിയായി. മാസ്റ്ററും ചോയും ആ കുഴിക്ക് തൊട്ട് തന്നെ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. സിയൂൺ ആ ഉണങ്ങിയ മരത്തിനടുത്ത് കാത്തിരുന്നു. രാത്രി 1 മണിയായതും മീനിന്റെ സ്മെല്ലെടുത്ത് ആ പിശാച് കുഴിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. അതാ കാടിനകത്ത് വെതറിയിരിക്കുന്ന മീനുകളൊക്കെ ആർത്തിയോടെ പെറുക്കി തിന്നുന്നുണ്ട്. ആ സമയം കൊണ്ട് തന്നെ മാസ്റ്ററും ചോയും ചേർന്ന് ആ കുഴിയിലേക്ക് ഇറങ്ങി ആ ഇരുമ്പ് ദണ്ഡ് തെരഞ്ഞു നോക്കി. എന്നാൽ എത്രയൊക്കെ കുഴിച്ചു നോക്കിയിട്ടും അവർക്കത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഹോസ്പിറ്റലിലെ ബോധമില്ലാതെ കിടന്നിരുന്ന ലീ ആസ്വദിച്ച് മീൻ കഴിക്കുന്നുണ്ട്. അതായത് ആ ഡീമൻ ഇവിടെ മീൻ കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതേ സമയം തന്നെ സിയൂൺ ആ ഒരു ഉണങ്ങിയ മരത്തിന് തീ കൊളുത്തി. അതങ്ങനെ പുകയാൻ തുടങ്ങി. ആ പിശാച് മീൻ പെറുക്കി തിന്ന് ഓൾമോസ്റ്റ് ആ മരത്തിന്റെ അടുത്തേക്ക് എത്തി. ഇതൊരു ട്രാപ്പാണെന്ന് ഇപ്പോഴാണ് അതിന് മനസ്സിലായത്. അത് ജാപ്പനീസിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നേ, ഇത് എന്റെ സ്ഥലമാണ്. അപ്പോ മരത്തിന് പിന്നിൽ മറഞ്ഞു നിന്നിരുന്ന സിയൂൺ പറയും, കൊറിയയും ജപ്പാനും തമ്മിലുള്ള യുദ്ധമൊക്കെ എന്നേ കഴിഞ്ഞു, ഇതിപ്പോ നിങ്ങളുടെ ലാൻഡ് അല്ല. ഇത് കേട്ട ആ പിശാച് ചിരിക്കാൻ തുടങ്ങി. കൊറിയയും ജപ്പാനും യുദ്ധം അവസാനിപ്പിച്ചിരിക്കാം, പക്ഷേ ഞാൻ നിങ്ങളുമായിട്ടാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത്. ഇതും പറഞ്ഞുകൊണ്ട് അത് സിയൂണിനെ കൊല്ലാനായിട്ട് അടുത്തേക്ക് വന്നതും ഒരു നിമിഷത്തേക്ക് ആ പിശാച് തന്നെ ഒന്ന് പതറിപ്പോയി. സിയൂണിന്റെ പിറകിലായി വൃദ്ധയായ ഒരു സ്ത്രീയെ കാണാം. അത് അവളുടെ മുത്തശ്ശിയുടെ ആത്മാവാണ്. മുത്തശ്ശി കൊറിയയിലെ തന്നെ ഏറ്റവും പേരുകേട്ട മന്ത്രവാദിനിയായിരുന്നു. മുത്തശ്ശി അവളോടൊപ്പം ഉള്ളതുകൊണ്ട് തന്നെയാണ് അന്ന് ആ പിശാചിനെ സിയൂണിനെ ആക്രമിക്കാനായിട്ട് കഴിയാതിരുന്നത്. സിയൂൺ വേഗം തന്നെ മാസ്റ്ററിന്റെ അടുത്തേക്ക് ഓടുന്ന നേരത്താണ് ചോയി അവളെ തെരഞ്ഞ് അങ്ങോട്ട് വരുന്നത്. അവർക്ക് ആ ഇരുമ്പ് ദണ്ഡ് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇത് പറഞ്ഞു തീരുന്നതിന് മുൻപ് ആ പിശാച് ഒരു തീഗോളമായി ആ കുഴിയിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാ പ്രശ്നം അതല്ല, മാസ്റ്റർ കിം ഇപ്പോഴും ആ കുഴിക്കകത്ത് ഇരുമ്പ് തെരഞ്ഞോണ്ടിരിക്കുകയാണ്. അത് മാസ്റ്റർ കിമ്മിനെ പിടികൂടി അയാളോട് ജാപ്പനീസിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. നീ ഇരുമ്പ് തെരഞ്ഞു വന്നതാണോ? അതെങ്ങനെ പറ്റും? ഈ മണ്ണ് സംരക്ഷിക്കുന്നത് ഞാനല്ലേ. ഈ തീയെ നിനക്ക് തോൽപ്പിക്കാൻ പറ്റൂ? ഈ യുദ്ധത്തില് നീ എന്റെ ജോലിക്കാരനാവണോ അതോ ഞാൻ നിന്നെ കൊല്ലണോ? കിം ഇത് കേട്ട് ഒന്നും മിണ്ടാതെ അങ്ങനെ തന്നെ നിന്നു. ഇത് കണ്ട പിശാചിന് വല്ലാതെ ദേഷ്യം വന്നു. അത് കിമ്മിന്റെ വയറ് കീറി മാസ്റ്ററെ കൊല്ലാൻ ശ്രമിക്കുന്ന നേരത്താണ് അങ്ങോട്ട് ഓടിയെത്തിയ ചോയ് അവര് കുതിരയുടെ ബ്ലഡ് കൊണ്ടുവന്നിരുന്നു. അതെടുത്ത ആ പിശാചിന്റെ തല വഴിയൊഴിച്ചു. അതിന്റെ ദേഹം ചൂടുകൊണ്ട് വെന്തുരുകാൻ തുടങ്ങി. ഇതേ സമയം തന്നെ ആശുപത്രിയിലുള്ള ലീയുടെ ദേഹവും ചൂടുകൊണ്ട് പൊള്ളാൻ തുടങ്ങി. സിയൂണിന്റെ ആന്റി ആണെങ്കിൽ അവനെ രക്ഷിക്കാനായിട്ട് മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ട്. കയ്യിൽ ഒരു കോഴിയെ പിടിച്ചിരുന്നു. ഒരുപക്ഷെ ആ പിശാച് ലീയുടെ ശരീരത്തിലൂടെ രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അവർ ഈ കോഴിയെ കൊല്ലുകയാണെങ്കിൽ
ആ പിശാചും ഇല്ലാതാവും. പക്ഷേ അവർക്ക് ലീയെ രക്ഷിക്കാൻ കഴിയില്ല. മറുവശത്ത് ആ കുഴിക്കകത്ത് പാതി ജീവനായിട്ട് കിടന്നിരുന്ന മാസ്റ്ററിന്റെ മനസ്സിലെ ഒരേ ഒരു ചോദ്യം മാത്രമാണ് ഉണ്ടായിരുന്നത്, ആ ഇരുമ്പ് ദണ്ട് അതെവിടെ പോയി? ഇതേ സമയത്ത് തന്നെ ആ പിശാച് സിയോണിനെയും ജോയിയെയും പിടികൂടി. ഇപ്പോഴാണ് കിമ്മിനെ പല കാര്യങ്ങളും മനസ്സിലായത്. അന്ന് യുദ്ധസമയത്ത് തങ്ങൾ തോൽക്കാതിരിക്കാനായിട്ട് ജപ്പാൻ പട്ടാളവും മന്ത്രവാദികളും കൊറിയക്കാരെ ആ ഇരുമ്പ് ദണ്ടുകൾ കണ്ടെത്താതിരിക്കാൻ പരമാവധി ശ്രമിച്ചിരുന്നു. പക്ഷേ ആ ശവക്കുഴി കൊള്ളക്കാർ എന്ന് പറയപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ ആ ദണ്ടുകളൊക്കെ പുറത്തേക്കെടുത്തു. ഇനി ആരും ആ മാന്ത്രിക ദണ്ട് കണ്ടെത്താൻ പാടില്ല എന്ന് പറഞ്ഞ് അന്ന് യുദ്ധത്തിലെ 10,000-ലേറെ ആളുകളെ കൊന്ന ഒരു ജാപ്പനീസ് പടയാളിയുടെ ഡെഡ് ബോഡിയുടെ തലയറുത്തു മാറ്റി. മാന്ത്രിക ശക്തി ആവാഹിച്ച കറ്റാന എന്ന ഇരുമ്പുവാള് ആ പടയാളിയുടെ ശരീരത്തിനകത്ത് തന്നെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. എന്നിട്ട് വെട്ടിമാറ്റിയ തല ആ ശരീരത്തിലേക്ക് തന്നെ തുന്നു ചേർത്തു. അങ്ങനെയാണ് അതൊരു പിശാചായിട്ട് മാറിയത്. അതായത് കൊറിയക്കാർക്ക് ഇരുമ്പ് ദണ്ട് കണ്ടെത്താനും നശിപ്പിക്കാനും കഴിയില്ല. പിന്നീട് പാർക്കിന്റെ മുത്തശ്ശൻ മരണപ്പെട്ടപ്പോൾ ഗിസൂൺ എന്ന മന്ത്രവാദി മുത്തശ്ശനെ ആ കല്ലറയ്ക്ക് മുകളിൽ അടക്കം ചെയ്തു. എന്തിനെ? താഴെയുള്ള അവരുടെ ദൈവത്തെ ആരും കണ്ടെത്താതിരിക്കാൻ. മുത്തശ്ശൻ തന്റെ രാജ്യത്തെ ഒറ്റിക്കൊടുത്താണ് ജാപ്പനീസ് പട്ടാളത്തോടൊപ്പം നിന്നത്. എന്നാൽ അദ്ദേഹത്തെ അവരെന്താ ചെയ്തത്? നെഗറ്റീവ് എനർജിയുള്ള ആ ശപിക്കപ്പെട്ട സ്ഥലത്ത് മനഃപൂർവ്വം അടക്കം ചെയ്തു. ഇവർ ഇത്ര നേരം ആ കുഴിക്കുള്ളിൽ തെരഞ്ഞോണ്ടിരുന്ന ആ ഒരു മാന്ത്രിക ഇരുമ്പ് ദണ്ട് എന്ന് പറയുന്നത് ഈ പിശാച് തന്നെയാണ്. അതറിയാതെയാണ് അവർ ആ മണ്ണിൽ ഇത്ര നേരം തെരഞ്ഞോണ്ടിരുന്നത്. ഇത് തിരിച്ചറിഞ്ഞ കിം താഴെ കിടന്നിരുന്ന പിക്കാസിന്റെ മരം കൊണ്ടുള്ള പിടിയില്ലേ, അതിലേക്ക് തന്റെ ബ്ലഡ് എടുത്ത് തേച്ചു. ക്ഷേത്രത്തിൽ കണ്ടെത്തിയ പുസ്തകങ്ങളിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിരുന്നു ഈ ഇരുമ്പ് ദണ്ടിനെ എങ്ങനെയാണ് ഇല്ലാതാക്കുക എന്ന്. തീയെ ജലം എതിർക്കും, നനഞ്ഞ മരം ഇരുമ്പിനെ എതിർക്കും. ഇവിടെ ഭൂമി എന്ന് പറയുന്നത് ഈ ശപിക്കപ്പെട്ട മണ്ണും ജലം എന്ന് പറയുന്നത് ആ പാമ്പായിരുന്നു. ഇപ്പോ കത്തി ജ്വലിക്കുന്ന ഇരുമ്പ് എന്ന് പറയുന്നത് ആ പിശാചാണ്. ഇത് തിരിച്ചറിഞ്ഞ മാസ്റ്റർ ബ്ലഡ് കൊണ്ട് നനഞ്ഞു കുതിർന്ന മരക്കഷ്ണം എടുത്ത് ആ പിശാചിനെ കുത്തി. അതേസമയം തന്നെ ആശുപത്രിയിലുണ്ടായിരുന്ന ലീയും ബ്ലഡ് വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് ആ പിശാച് ലീയുടെ ദേഹം വിട്ടുപോയി. ഇവിടെ മാസ്റ്റർ ആണെങ്കിൽ ആ മരക്കഷ്ണം കൊണ്ട് തന്നെ ആ ഡീമനെ പലതവണ ആക്രമിച്ച് അതിന്റെ തലയറുത്തു മാറ്റി. അടുത്ത സീനില് അവര് വേഗം തന്നെ മാസ്റ്ററെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. സർജറിയൊക്കെ കഴിഞ്ഞു. ഇപ്പോ ആള് ഓക്കെയാണ്. അതേപോലെ തന്നെ ലേക്കും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. എല്ലാവരും അവരുടെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു പോയെങ്കിലും ആ പിശാചിന്റെ മുഖം അവരെ വല്ലാതെ വേട്ടയാടിയിരുന്നു. ഈ ഒരു സീനോട് കൂടിയാണ് എക്സുമ എന്ന ഈ ഒരു കൊറിയൻ ഹൊറർ മൂവി അവസാനിക്കുന്നത്. അപ്പോ ഇന്നത്തെ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്, സപ്പോർട്ട് ചെയ്യാം. താങ്ക്